അപ്പോൾ ഇതാ എൻ്റെ നൂഡിൽസ് റെഡിയായി കഴിഞ്ഞു. അതാണ് ഇന്നത്തെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ കറണ്ടില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. കട്ടായി, കറണ്ട് കട്ടല്ല, എല്ലായിടത്തും ഉള്ള പവർ കട്ടല്ല. ഇന്ന് ഇവിടെ എന്തോ ഹെവി ലോഡ് ഇതായിട്ടാണ് തോന്നുന്നു, ഫ്യൂസ് അടിച്ച് പോയതാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ മുതലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത് പവർ കട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴൊന്നും ഫ്രിഡ്ജൊന്നും ഓണാവില്ല, മോട്ടറൊന്നും ഇതാവില്ല. ഇൻവെർട്ടർ കുറച്ച് നേരം വരെ നിന്നു. പകല് ചിലപ്പോൾ ലൈറ്റൊന്നും ഇടാത്ത കാരണമായിരിക്കും, ഫാനൊന്നും അധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും പവർ കട്ടാന്ന് വിചാരിച്ച അങ്ങനെ. അപ്പോൾ ഇന്ന് രാത്രി ഇൻവെർട്ടർ കുറച്ചുള്ള കാരണം രാത്രി 3 മണി വരെ, അത് കഴിഞ്ഞ് പിന്നെ ഉറക്കം പോയി. ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ദോശമാവ് ഉണ്ടായിരുന്നു, അത് നാശമായോ എന്ന് നോക്കി ഞാൻ ഫ്രിഡ്ജിൽ. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പം അത് സാമ്പാർ, പിന്നെ അതാ കടച്ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഉപ്പേരി. നാശമാവുന്നതൊക്കെ വേഗം എടുക്കാമെന്ന് ചോദിച്ചു. ഓർമ്മയില്ലാണ്ട് ഗൈസ് തേങ്ങ ചിരവി ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇനി എന്തെങ്കിലും ഐ തിങ്ക് നല്ലത് വറുത്ത് എന്തെങ്കിലും തേങ്ങ ഒന്ന് ചൂടാക്കി തേങ്ങ വറുക്കുക, അങ്ങനെ വെച്ചാൽ പിന്നെയും കുറച്ച് നേരത്തേക്കും നിൽക്കുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓണർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യൻ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ 10 മണി. നിങ്ങൾക്ക് എല്ലാവരും ഇല്ലേ, നമ്മളെല്ലാവരും പോയി അതിലൂടെ കിടന്നു പോയിട്ടുണ്ടാവില്ലേ ഒരു ദിവസം. ഭയങ്കര ഒന്നുമില്ല, TV വയ്ക്കാൻ പറ്റില്ല, ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഫോണ് ചാർജ് പോകുമെന്നൊരു സംശയം. ഇന്നലെ കുറച്ച് എടുത്ത് വെച്ചതാണ്, ബട്ട് പറ്റുന്നവരെ ഞാൻ എന്തെടുക്കാമെന്ന് വിചാരിച്ചു. സോ എന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? ആരും കമൻറ്റ് ചെയ്തില്ല കേട്ടോ. കമൻറ്റും ലൈക്സും എല്ലാം ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഒരു ആദ്യമായിട്ട് തുടങ്ങിയ എനിക്ക് സത്യം പറയാൻ ടെക്നിക്കൽ ഇതൊന്നും വലിയ ഇതില്ല. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് മോളോടൊക്കെ ചോദിച്ച് തുടങ്ങിയതാണ്. ഏറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ആരും ഇതുവരെ വൈസ് നല്ല വിഷമായി കമൻറ്റ് ആരും തന്നില്ല, ചെയ്തിട്ടില്ല. വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു, എളുപ്പമുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല, ഇന്നലെ മോട്ടർ ഇട്ടതാണ്. അപ്പോൾ ഇതാ ഗൈസ്, ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാറൊക്കെയാണ്. മൂടില്ല, കറണ്ട് ഇല്ലാത്ത കാരണം, മൂടില്ലാത്ത കാരണം ഒരു തട്ടിക്കൂട്ട് സാമ്പാറൊക്കെയാണ്. ഇന്നെല്ലാം നാടൻ ഇതിലേക്ക് പോയിട്ടാ. മിക്സിയൊക്കെ ഉപയോഗിച്ചിരുന്ന നമ്മളിപ്പോൾ ഇതിലാണ് ഇന്ന് മൊത്തം ട്രഡീഷണൽ കുക്കിംഗ്. അതിനൊക്കെ വേഗം ഒന്ന് റിലീഫ് കിട്ടാൻ വേഗം പറ്റുന്ന പണി, എളുപ്പത്തിലുള്ള എന്തെങ്കിലും പണി, സാമ്പാർ വയ്ക്കാൻ, ചെറിയ ചെറിയ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള കുക്കിംഗ് ചെയ്യാം. ഫിഷൊക്കെ പിന്നെ ഞാൻ വേഗം അങ്ങനെ കായം തേച്ച് വെച്ചു, മുളകും മഞ്ഞളൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി. കറിവേപ്പില കഴുകി വെക്കുന്നത് കേട്ടോ, ഞാൻ കഴുകി തുടച്ച് എടുത്ത് വെക്കുന്നതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് അപ്പം കഴുകണ്ടല്ലോ. ഇന്ന് ഈ ലൈറ്റ്നിങ്ങേ ഉള്ളൂ, നാച്ചുറൽ ലൈറ്റ്, സൂര്യൻ്റെ ലൈറ്റ്നിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് മുളക് പൊടി ഇടുന്നു. ഇടിച്ച മുളക് തീർന്നു, അപ്പോൾ ഇതിൽ കിടന്ന് വേവട്ടെ. സാമ്പാർ ദോശ, അപ്പോൾ സാമ്പാറാകുമ്പോൾ ഉച്ചക്കലത്തേക്കുമായി. ശരിയാക്കിയ സമാധാനം.
ചെറിയ ദോശ ഉണ്ടാക്കും കേട്ടോ ഗൈസ്, 10 ദോശ പോലെ. റേഡിയോ ഇല്ല ഗൈസ്, മറ്റേ രാവിലെ റേഡിയോ കേൾക്കും, ന്യൂസ് ഇതൊക്കെ. കുറേ നമ്മുടെ സ്ക്രീൻ അധികം കാണണ്ടല്ലോ, കണ്ണിനും ഇതല്ലേ. അപ്പോൾ റേഡിയോ വന്നപ്പോൾ സമാധാനമായി. റേഡിയോ കുറേ ടോപ്പിക്സിനെ കുറിച്ച് അറിയാം. പിന്നെന്താ, പിന്നെ കുറേ ആരോഗ്യ വാർത്തകൾ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ചെന്നൈയിലാണ് പഠിച്ച് വളർന്നൊക്കെ. അവിടെ ഇപ്പോൾ തമിഴ് ഇതൊക്കെയായിരുന്നു പരസ്യങ്ങളും ഇതൊക്കെ. സ്കൂളിൽ പോകുമ്പോൾ മമ്മി വയ്ക്കുമ്പോൾ, റേഡിയോ വയ്ക്കുമ്പോൾ. ഞാനിവിടെ വന്നിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടുത്തെ റേഡിയോ സംരക്ഷണം ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയുന്നത്. അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല മഴക്കാറുണ്ട് ഗൈസ്, നല്ല മഴക്കാർ. എൻ്റെ റേഡിയോ ഇരിക്കുന്നുണ്ടോ, അത് കേട്ട് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ജോലി ഈസി ആവണ പോലെ തോന്നും കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേൾക്കാറുണ്ടോ രാവിലെ കിച്ചണിൽ? കാര്യം എനിക്ക് രാവിലെ മൂഡ് ഉണ്ടായിരുന്നില്ല, കറണ്ടും ഇതില്ലാണ്ട്. എന്നാലും അതിനെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്ന പോലെ, ഓരോ സിറ്റുവേഷനിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന പോലെ ഇന്ന് വേഗം കുക്കിങ്ങൊക്കെ ചെയ്ത് പുറത്തൊക്കെ ഒന്ന് പോയിരുന്ന് നേച്ചറൊക്കെ ഒന്ന് ആസ്വദിച്ചാൽ ഹാപ്പിനെസ് കിട്ടും. എൻ്റെ സൗണ്ട് ഉണ്ട്, പക്ഷെ അപ്പുറത്തൊക്കെ കൂടുതൽ ചെറുതായിരിക്കില്ല അങ്ങനെ സംസാരിക്കുമ്പോൾ. മൈക്കൊന്നും വെച്ചിട്ടില്ല, ഇനി അതൊക്കെ വെക്കണം. കേക്ക് അപ്പോൾ എന്തായാലും ഇന്ന് അത് വെയിറ്റ് ചെയ്തിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് പണികളൊക്കെ ചെയ്യാം, അവർ വരുമ്പോൾ വരട്ടെ. പിന്നെ ഇതൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ. കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഒരു ഡേ അനുഭവിച്ചതിനെ പറ്റി കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ക്ഷീണമായാലും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് വേഗം തീർത്ത് വേഗം റെസ്റ്റ് ചെയ്യും. താമസിക്കുന്നത് കുന്നംകുളമാണ് കേട്ടോ. ഞങ്ങളുടെ സ്ഥലം കുന്നംകുളമാണ്. എൻ്റെ സ്വന്തം വീട് ചലക്കര. മഴക്കാറുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഒന്ന് കുറഞ്ഞു, കുറച്ച് വെളിച്ചൊക്കെ വന്നു. ഇവിടെ വരുമ്പോഴാണ് കുറച്ച് വെളിച്ചുള്ളൂ ഗൈസ്. കറണ്ട് വന്നു, ഇലക്ട്രീഷ്യൻ വന്നു. എന്താണ്ടായി? അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല ചാച്ചു? ഇലക്ട്രീഷ്യൻ വന്നപ്പോൾ എന്താണ്ടായി? കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ശരിയാക്കണമെങ്കിൽ കറണ്ട് വരുന്നിട്ട് വേണം. അപ്പോൾ തൽക്കാലം ആൾ പോയി താഴെ പോയിട്ട് എന്തോ ഫ്യൂസ് വയർ കത്തിയിരിക്കുക എന്ന് പറഞ്ഞ് അത് ശരിയാക്കി പോയിട്ടുണ്ട്. പക്ഷേ എന്താ മെയിൻ സ്വിച്ച് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പണി കിട്ടി. മെയിൻ സ്വിച്ച് മാറ്റണം. വൈകുന്നേരം വരാ പറഞ്ഞിട്ടുണ്ട് പണിക്കാർ. അല്ലേ ചാച്ചു? എങ്ങനെയുണ്ടായിരുന്നു കറണ്ട് ഇല്ലാണ്ട്? ഇന്നലെ 3 മണിക്ക് പോയതാണ്. പുലർച്ചെ അല്ലേ? അതുവരെ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു. എളുപ്പമല്ല നമുക്ക് അതില്ലാണ്ട്. ഫോണ്, ഫാന്, ഫോൺ, കറണ്ട് ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു ഇതായി അല്ലേ? അതും നമ്മൾ നേരമായിട്ട് കറണ്ട് വരുള്ളൂ എന്ന് വിചാരിച്ചു. ഞാൻ രാത്രി വരെ ഫുൾ ഉറക്കന്നെയായിരുന്നു, മൊത്തം ഉറക്കായിരുന്നു. ഞാൻ അറിഞ്ഞില്ല കറണ്ട് പോയിരുന്നു. പക്ഷെ ഒരു മീൻകാരൻ വന്നപ്പോഴല്ല പിന്നെ ഞാൻ കണ്ടുറക്കും, ഒന്നും വർക്കില്ല. പക്ഷെ അവൻ ഉറങ്ങിട്ടോ, അവൻ അറിഞ്ഞില്ല. അവൻ എങ്ങനെയാ വെച്ചാൽ കറണ്ട് പോയാലും അവൻ കിടന്ന് ഉറങ്ങും. എന്നുവെച്ചാൽ അവൻ ഉച്ചയ്ക്കൊന്നും ഉറങ്ങും. ഞങ്ങൾ ഉച്ചയ്ക്ക് അധികം ഉറങ്ങിയിട്ടല്ല, ഞാൻ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് കണ്ണടച്ച് ഇങ്ങനെ കിടക്കും. അല്ലാണ്ട് അവൻ അതുപോലും ഇല്ല. അവൻ ജസ്റ്റ് രാത്രി മാത്രമേ ഉറങ്ങുന്ന. കഴിക്കില്ലേ? കറണ്ടൊക്കെ വന്നു, സമാധാനമായി. അപ്പോൾ ഇനി പിള്ളേർക്ക് വൈകുന്നേരം നൂഡിൽസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. സവാള, പച്ചമുളക്, ക്യാരറ്റ്. ഞാൻ ടൊമാറ്റോ ചേർക്കാറില്ല, ജസ്റ്റ് ഇന്ന് ടൊമാറ്റോ ചേർക്കാറില്ല. അപ്പം ഇന്ന് ടൊമാറ്റോ കൂടെ ചേർക്കും കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിക്കുക. കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ച് ഇതിൻ്റെ കുറച്ച് ചേർക്കുന്നത്. കുറച്ച്
ഇത് ഒരു നുള്ളു പഞ്ചസാര ചേർക്കണം കേട്ടോ. ഇനി ഇത് സോസ് ചെയ്യുക, നൂഡിൽസ് ഇടുക, അത്രേ ഉള്ളൂ. That's it. സോ ദിസ് വാസ് മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ കറണ്ട് പോയി അപ്പം മുതൽ വൈകുന്നേരം വരെ ഉള്ളതാണ് ഞാൻ പറ്റുന്ന പോലെ കാണും. അപ്പോൾ പ്ലീസ്, ഇഫ് യു ലൈക്ക് മൈ വ്ളോഗ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയുണ്ട് എന്ന് പറയണം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്താലാണ് ഈ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. So thank you. Bye bye. Have a nice day.